റമദാൻ എന്താണെന്നും റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. റമദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വിശ്വാസികൾ ജീവിതത്തിൽ ചെയ്യേണ്ട 5 നിർബന്ധിതമായ കർമ്മങ്ങളുണ്ട്. അതിലൊന്നാണ് റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം. ഇത് വെറുതെ പട്ടിണി കിടക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിയാക്കാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാനും ചെയ്ത പാപങ്ങളെല്ലാം മാറാനും വേണ്ടിയിട്ടാണ് ഈ മാസം ഇങ്ങനെ നമ്മൾ വ്രതമെടുക്കേണ്ടത്. ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും വ്രതമെടുക്കുന്നതിലൂടെ പാവപ്പെട്ടവൻ്റെ കഷ്ടതയും ബുദ്ധിമുട്ടുകളും മനസ്സിലാവുകയും അത് കൂടുതൽ ക്ഷമാശീലവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മാസം ഇങ്ങനെയൊരു വ്രതമെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് പട്ടിണി കിടക്കുന്നതിൻ്റെ കൂടെ ഖുർആൻ വായിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റമദാൻ മാസത്തിൽ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയാണ് തറാവീഹ്. ഇത് വിശ്വാസികളിൽ കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. ഈ മാസം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യോദയത്തിന് മുൻപ് വേണം ആഹാരം കഴിക്കാൻ. അതുമാത്രമല്ല കൂടുതലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. കൂടുതൽ വെള്ളം കുടിക്കണം. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കണം. ഈന്തപ്പഴവും വെള്ളവും ഉപയോഗിച്ച് വേണം നോമ്പ് മുറിക്കാനായിട്ട്. ഈ സമയങ്ങളിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചു കഴിഞ്ഞാൽ ദൈവം 10 മടങ്ങ് തിരിച്ചു തരുമെന്നാണ് പറയപ്പെടുന്നത്. ഇതെന്തിനാണ് ഈ നോമ്പ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കഷ്ടവും ദുരിതവും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കിതിലൂടെ മനസ്സിലാവുകയും നമ്മളിലൊരു ദൈവീകത്വം ഉണരുകയും ചെയ്യും. ഈ മാസം മാക്സിമം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം എല്ലാവരും മോശമായ രീതിയിൽ സംസാരിക്കാതിരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം 10 മടങ്ങ് സന്തോഷം തിരിച്ചു തരുന്നതായിരിക്കും.